കിച്ചണിൽ ഇത്രയും സോക്കറ്റ് വേണമെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ കിച്ചണിൽ ഇത്രയും സോക്കറ്റ് കൂടിയേ തീരൂ. അപ്പോഴെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റായിട്ട് നോർമലി ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നത്. AC-യുടെ സ്വിച്ച്, ലൈറ്റ് പോയിൻറ്റ്, നമ്മളെ ഫാനിൻ്റെ കാര്യങ്ങളെല്ലാം. ലാസ്റ്റ് അടിയിലൊരു സോക്കറ്റ് കൊടുക്കും. ഇവിടെ ഫ്രിഡ്ജ്, ഇവിടെ 1-2 ഫ്രിഡ്ജ് ഒരു കിച്ചണിൽ വയ്ക്കുന്നുണ്ട്. ഇത് നമ്മളെ മിക്സി കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മളെ ഇലക്ട്രിക് ഗ്യാസ് സ്റ്റൗ, അതിൻ്റെ പോയിൻ്റാണ്. അതിൻ്റെ ഇലക്ട്രിക് ചിമ്മിനി, നമ്മളെ എക്സോസ്റ്റ് വരുന്ന അത്. പിന്നെ ചിലയിടത്തൊക്കെ ഗ്യാസ് ഇല്ലാതെ ഇലക്ട്രിക് പോയിൻറ്റിൽ കത്തിക്കുന്നതും, ഇല്ലെങ്കിൽ നമ്മളെ ഇൻഡക്ഷൻ കുക്കർ, ആ ഒരു മോഡലുള്ള ഓൺ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു അടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പോയിൻ്റാണ് താഴെ. ഇതെല്ലാം 10 മില്ലിയുടെ വയറാണ് ഇട്ടിരിക്കുന്നത്. 10 മില്ലിയുടെ. ഇവിടെ നമ്മളെ നാട്ടിൽ 10 മില്ലി എന്ന് പറയത്തില്ല, നമ്മളെ നാട്ടിൽ 4 mm ഇല്ലെങ്കിൽ 8 mm ആ ഒരു കണക്ക് വരും. ഇവിടെ 10-ൻ്റെ വയറെന്ന് പറയുമ്പോൾ ഇതും എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള തന്നെയാണ്. അടുക്കളയിൽ ഉപയോഗിക്കാനുള്ള ഒരുപാട് ഐറ്റംസ്, നമ്മുടെ നാട്ടിലേക്കാളും ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മുകളിൽ ഒന്ന് ഹീറ്ററിൻ്റെ ലൈൻ ചിലപ്പോൾ ഇവിടെ വരാം, ചിലപ്പോൾ മറു സൈഡിൽ വരാം. അന്ന് നമ്മൾ ആദ്യമേ 2 ഇടവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഇടം വെച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നൊന്ന് എക്സോസ്റ്റ് ഫാനിൻ്റെ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ സിങ്ക് വരുന്നത്. ഇവിടെ മിജില എന്ന് പറയും സിങ്കിനെ. ഇവിടെ പ്ലംബിങ്ങിൻ്റെ പോയിൻ്റ് എന്ന് വെച്ചാൽ അതിനുള്ള ടാപ്പ്, പിന്നെ ഫിൽറ്ററിനുള്ള 2 പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ഫിൽറ്ററിനുള്ള പോയിൻ്റ് തന്നെ ഇവിടെയാണ്. ഈ കാണുന്നതാണ് ഫിൽറ്ററിൻ്റെ പോയിൻ്റ്. അപ്പോൾ ഇത് ഫിൽറ്ററിൻ്റെ സോക്കറ്റ്. ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാത്രം കഴുകുന്ന ഡിഷ് വാഷ്. അപ്പോഴതിൻ്റെ ഇലക്ട്രിക് പോയിൻ്റ് ചിലയിടത്ത് നമ്മളെ ടോപ്പ് ടൈല് വന്നതിന് ശേഷം അതിൻ്റെ അടിയിലായിരിക്കും ഇലക്ട്രിക് പോയിൻ്റ്, അതിൻ്റെ അടിയിലായിരിക്കും ഈ ഡിഷ് വാഷ് കൊടുക്കുന്നതും. ചിലയിടത്ത് അത് ഏറ്റവും ടോപ്പിലായിരിക്കും. അങ്ങനെയുള്ള അടുത്ത് വയ്ക്കാനാണ് ഈ ഒരു പോയിൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ഹീറ്റർ വെച്ചിരിക്കുന്നത് ഇങ്ങിയ സൈഡിലാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഓവൻ്റെ ഐറ്റങ്ങൾ വരാനാണ്. ഇവിടെയും ഓവൻ്റെ തന്നെയാണ്. ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റങ്ങൾ, ഗ്രില്ല്, ഓവൻ അങ്ങനെ വരുന്ന ഐറ്റങ്ങളാണ്. അതിൻ്റെ മൊത്തത്തിൽ തന്നെ 10-20 പോയിൻ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മളെ സ്റ്റോർ റൂമിലും അതുപോലെ തന്നെയാണ് 3-4 പോയിൻ്റ് ഉണ്ട്. ഈ കാണുന്ന ഈ 1, 2, 3 ഈ 3 പോയിൻറ്റും ഇവിടെ ഫ്രീസർ വയ്ക്കാൻ വേണ്ടിയാണ്. ഫ്രീസറിന് വേണ്ടി മാത്രമായിട്ട്.